നമസ്കാരം മാഡം. നമസ്കാരം. മാഡത്തിൻ്റെ പേര്? ജ്യോതി. മാഡം എമഹയുടെ ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ അമ്മയുടെ ഇസഡ്രേ. മാഡം എത്ര നാളുകൊണ്ട് ഇവിടെ സർവീസിന് കൊണ്ടിരിക്കുന്നുണ്ട്? ഞാൻ വണ്ടി എടുത്തത് മുതൽ വണ്ടി ഇതിനു മുമ്പ് എനിക്ക് ഫാസിന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ തന്നെയാണ്. എത്ര നാളുകൊണ്ട് മാഡം എമഹയുടെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു ഞാൻ ആദ്യം വണ്ടി എടുത്തത് മുതൽ യമഹയാണ്. എങ്ങനെ ഒരു 6-7 വർഷത്തിന് മുമ്പോട്ട് വരത്തില്ല? 6-7 വർഷം അല്ല, ഒരു 10 വർഷത്തിന് വേണ്ടി. എമഹയായിട്ട് മാഡത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണ്? എമഹയുടെ വണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊള്ളാം, നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ 2 വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പം ഫാസിന ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇസഡ്രേ ഉണ്ട്. നല്ല വണ്ടിയാണ്. എനിക്ക് കുറച്ച് പിന്നെ ഓടിക്കാനൊക്കെ ഇത്തിരി ഞാൻ ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുണ്ട്. ആക്റ്റീവ ഓടിച്ചിട്ടുണ്ട്, മറ്റേത് ഡിയോ, ഇങ്ങനത്തെ കുറേ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നല്ല ബെറ്റർ ഇതെനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഓടിക്കാൻ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് യമഹയാണ്. മാഡം എടുത്തത് മുതലേ ഇതുവരെ ഇവിടെയാണ് സർവീസ് ചെയ്യുന്നത്? ഡെൻസിലാണ്? ഇവിടെ തന്നെയാണ്. ഡെൻസിൽ തന്നെയാണ് മറ്റേ വണ്ടി എടുത്തത്. സർവീസ് എല്ലാം മാഡം ഡെൻസിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണ്? നമ്മുടെ കസ്റ്റമർ സർവീസ് ആയാലും നമ്മുടെ മെക്കാനിക്കൽ സർവീസ് ആയാലും നല്ല സർവീസാണ്. നല്ല സർവീസാണ്. കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്തെങ്കിലും കൊണ്ട് മാറ്റാനുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വണ്ടി നന്നായിട്ട് പുത്തനാക്കി തരും. 100% സർട്ടിഫൈഡ് ആണ്. നമസ്കാരം സാർ. പേര്? അനുരാജ്. സാറിൻ്റെ വെഹിക്കിൾ ഏതായിരുന്നു? എഫ് സി നോർമൽ ആണോ ഹൈബ്രിഡ് ആണോ? ഹൈബ്രിഡ് ആണോ അല്ലേ? മുന്നേ സാർ എവിടെയാണ് സർവീസ് ചെയ്തിരുന്നത്? മുന്നേ ഞാൻ 2 പേർക്ക് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അവർ ചെയ്തിട്ട് ഓക്കെ ആണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഒരു വലിയ ഞാൻ പിന്നെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതേ സെയിം പ്രശ്നം തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്താണ് സാറേ കംപ്ലൈൻറ്റ്? സസ്പെൻഷൻ കറക്റ്റായിട്ട് വരണ്ടായിരുന്നു, പോരായിരുന്നു. നമ്മളിവിടെ കൊണ്ടുവന്നപ്പോൾ അത് ക്ലിയർ ആയി? ഇപ്പം ക്ലിയർ ആണ്. രാവിലെ കൊണ്ടുവന്നിട്ട് വൈകിട്ട് വണ്ടി കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നു. സ്റ്റാഫിൻ്റെ കാര്യത്തിൽ നിന്നൊക്കെ വേറെ എന്തെങ്കിലും? എല്ലാം ഓക്കെയാണ്. നല്ല കസ്റ്റമർ കെയർ ആയിരുന്നു. സാറ് വണ്ടി സർവീസ് ചെയ്യാൻ വന്നതിന് ശേഷം നമ്മൾ സ്റ്റാഫുമായിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? നല്ല ബിഹേവിയർ ആയിരുന്നു. എല്ലാവരും നല്ല രീതിക്ക് കാര്യം മനസ്സിലാക്കി പറഞ്ഞു തന്ന് നിന്നായിരുന്നു. വണ്ടി സാർ ഇവിടെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് സാറിന് വണ്ടി സൂപ്പർവൈസർ ഓടിച്ചൊക്കെ നോക്കി തന്നെയാണോ? അവർ നോക്കി തന്നെയായിരുന്നു. എസ്റ്റിമേറ്റ് ഒക്കെ എമൗണ്ട് ഒക്കെ പറഞ്ഞു തന്നായിരുന്നു? കറക്റ്റ് പറഞ്ഞു തന്നെയായിരുന്നില്ല. കറക്റ്റ് എസ്റ്റിമേറ്റ് അതിന് വണ്ടിയുടെ എമൗണ്ട് ആയിട്ടുണ്ടോ? വലിയ മാറ്റമില്ല, കറക്റ്റ് പറഞ്ഞോട് തന്നെയായിരുന്നു. വാഷിംഗ് എല്ലാം ഓക്കെ ആയിരുന്നു. ശരി സാർ. അപ്പം നമ്മളെ സൈഡിൽ നിന്ന് സാറിന് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, ഓക്കെയാണ് ചെയ്യുന്നത്. സാർ റെഗുലറായിട്ട് എത്ര മാസം കൂടുന്നതാണ് സർവീസ്? 3 മാസം കൂടുമ്പോൾ സർവീസ്. അപ്പൊ ഇനിയുള്ള ഫസ്റ്റിൽ സാറിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്തത്. അപ്പൊ ഇനിയുള്ള സർവീസ് എല്ലാം സാർ ഇവിടെ ആയിരിക്കും? ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ സാറിന് അറിയാനുള്ള ഫ്രണ്ട്സ് റിലേറ്റീവിനൊക്കെ സാർ ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കും.